ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ പിഎയെ മർദ്ദിച്ചെന്ന പരാതിയിൽ ആം ആദ്മി പാർട്ടി എംപി സ്വാതി മാലിവാളിന്റെ മെഡിക്കൽ റിപ്പോർട്ടിന്റെ വിവരങ്ങൾ പുറത്തുവന്നു. സ്വാതിയുടെ വലത് കണ്ണിന്റെ താഴെയും ഇടത് കാലിനും ചതവുണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായുണ്ട്. നിതിൻ, CCTV ദൃശ്യങ്ങളൊക്കെ പോലീസ് കൊണ്ടുപോയിട്ടുണ്ട്. അതിലുള്ള അന്വേഷണവും നടക്കുകയാണ്. ഇപ്പോൾ ഈ ആരോപണം ശരിവെക്കുന്നതാണോ ഈ സ്വാതി മാലിവാളിന്റെ കാര്യത്തിൽ വന്നിരിക്കുന്ന മെഡിക്കൽ റിപ്പോർട്ടിലെ വിവരങ്ങൾ? ഗോപി, മുഖ്യമന്ത്രിയുടെ വസതിയിൽ നടന്ന ഈ സംഭവത്തിൽ അങ്ങേറ്റം ദുരൂഹത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം സ്വാതി മലിവാൾ നൽകിയ എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്നത് ക്രൂരമായ മർദ്ദനത്തിന് ഇരയായി, അതോടൊപ്പം തന്നെ അടിവയറ്റിലടക്കം മർദ്ദനം നേരിട്ടു എന്നതാണ്. പക്ഷേ ഇപ്പോൾ പുറത്തുവന്ന ദൃശ്യങ്ങളടക്കം നമുക്ക് വ്യക്തമാണ്. പിന്നീട് സ്വാതി മലിവാളിനെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ പുറത്തേക്ക് കൊണ്ടുപോകുന്നതാണ് ദൃശ്യങ്ങൾ. അതിനുശേഷം സ്വാതി മലിവാൾ പിന്നീട് എയിംസിൽ ചികിത്സ തേടുകയായിരുന്നു. ഈ എയിംസിൽ ചികിത്സ തേടിയ ശേഷമുള്ള ഇപ്പോൾ ഈ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഇടത് കാലിന് ചതവുണ്ട്, അതോടൊപ്പം തന്നെ ഇടത് കണ്ണിന്റെ താഴെ ഇത്തരത്തിൽ ചതവുണ്ടെന്നാണ്. അതേസമയം തന്നെ ഈ അടിവയറ്റിൽ മർദ്ദനമേറ്റുമായി ബന്ധപ്പെട്ട ഈ വിശദാംശങ്ങളും തന്നെ ഈ മെഡിക്കൽ റിപ്പോർട്ടിൽ എന്തായാലും ഇപ്പോൾ പുറത്തുവന്ന വിവരങ്ങളിൽ കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അങ്ങേറ്റം ദുരൂഹത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇതിൽ ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ മെഡിക്കൽ റിപ്പോർട്ടിന്റെ അടക്കം അടിസ്ഥാനത്തിലുള്ള അന്വേഷണമാണ് പോലീസ് ഇപ്പോൾ നടത്തിവരുന്നത്. ഇതിനിടയിൽ വിഭവ് കുമാറും ഒരു പരാതി നൽകിയിട്ടുണ്ട്. ആ ഒരു അന്വേഷണം ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നടന്നു വരുന്നുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ മെഡിക്കൽ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ കണ്ണിന് താഴെ ചതവുണ്ട്, അതോടൊപ്പം തന്നെ ഇടത് കാലിലും സമാനമായ ചതവുണ്ടെന്നാണ് ഈ മെഡിക്കൽ റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യം. അതേസമയം തന്നെ അടിവയറ്റിലടക്കം ക്രൂരമായ മർദ്ദനം നേരിട്ടു എന്ന് സ്വാതി മലിവാൾ പറയുമ്പോൾ അത്തരം കാര്യങ്ങൾ ഈ മെഡിക്കൽ റിപ്പോർട്ടിൽ എന്തായാലും ഈ പുറത്തുവന്ന വിവരങ്ങൾ ഇതുവരെ കാണാൻ സാധിക്കുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ സ്വാതി മലിവാൾ അടക്കം ഇതിൽ കൂടുതൽ വിശദാംശങ്ങളടക്കം പങ്കുവയ്ക്കേണ്ടതുണ്ട്. നിലവിൽ ഇപ്പോൾ എയിംസിൽ ചികിത്സ തേടിയതിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഗോപി, ശരി. നിതിൻ അംബുജൻ ആണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.